സെറ്റിൽ ഋഷഭ് ഷെട്ടിയുടെ നടന വിസ്മയം ഒരുങ്ങുകയാണ്. ഇന്ത്യ ഒട്ടാകെ തരംഗം തീർത്ത കാന്താരയുടെ പ്രേക്ഷകർക്ക് അറിയാത്ത ഏടുകൾ തുറന്നു കാട്ടാൻ ഋഷഭ് ഷെട്ടിയും ടീമും വീണ്ടും എത്തുമെന്ന വിവരം വിജയാഘോഷ സമയത്ത് തന്നെ പുറത്തുവിട്ടിരുന്നു. കാന്താരയുടെ അടുത്ത ഭാഗം എത്തുമെന്ന് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ തുടർച്ചയ്ക്കായി ഒന്നും ബാക്കി വെക്കാതെയാണല്ലോ സിനിമ പൂർത്തിയാക്കിയത് എന്ന സംശയം പ്രേക്ഷകർക്കുണ്ടായിരുന്നു. അതിന് തൊട്ടു പിന്നാലെ തുടർക്കഥയല്ല, കാന്താരയുടെ മുൻപത്തെ കഥയാണ് പറയാൻ പോകുന്നത് എന്ന പ്രഖ്യാപനവും വന്നു. കാന്താര ചാപ്റ്റർ 1 എ ലെജൻഡ് എന്നാണ് ചിത്രത്തിന്റെ മുഴുവൻ പേര്. ഇപ്പോൾ പ്രീക്വലിന്റെ ഷൂട്ടിനായുള്ള തയ്യാറെടുപ്പുകൾ നടക്കുകയാണ്. 600 ആശാരിമാരെ നിയോഗിച്ച് 200x200 അടി വിസ്തീർണമുള്ള കൂറ്റൻ സെറ്റാണ് ആദ്യത്തെ 20 ദിവസത്തെ ഷെഡ്യൂളിനായി ഒരുക്കുന്നത്. മുംബൈ, ബംഗളൂരു, ഹൈദരാബാദ് തുടങ്ങിയ സ്ഥലങ്ങളിലെ പ്രഗത്ഭരായ ആശാരിമാരാണ് ഈ സെറ്റ് തയ്യാറാക്കാനായി എത്തിയിട്ടുള്ളത്. കാന്താരയുടെ ഷൂട്ടിംഗ് പൂർണ്ണമായും വനത്തിനുള്ളിലാണ് നടന്നത്. അതിൽ നിന്നും ഏറെ വ്യത്യസ്തമായാണ് പുതിയ കഥ എത്താൻ പോകുന്നത്. കാന്താരയുടെ തുടക്കത്തിൽ പറഞ്ഞു പോകുന്ന ചെറിയൊരു കഥയുടെ ആവിഷ്കാരമായിരിക്കാം ചാപ്റ്റർ 1 കാണാൻ പോകുന്നതെന്നാണ് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത്. കുന്താപുര എന്ന തീരദേശത്തിന്റെ പശ്ചാത്തലത്തിലായിരിക്കും കഥ പറയുക. ആദ്യ 20 ദിവസത്തെ ഷെഡ്യൂൾ മാത്രമല്ല, തുടർന്നുള്ള ഭാഗങ്ങളും ഇതേ സെറ്റ് ഉപയോഗിച്ച് തന്നെയായിരിക്കും പൂർത്തിയാക്കുക എന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട്. കഠിനമായ പരിശീലനം ചിത്രത്തിനു വേണ്ടി അഭിനേതാക്കൾക്ക് നൽകുന്നതായുള്ള വിവരങ്ങളും കന്നഡ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാന്താര ചാപ്റ്റർ 1 ടീസർ കഴിഞ്ഞ വർഷം നവംബർ മാസത്തിൽ പുറത്തുവിട്ടിരുന്നു. ഇതുവരെ കണ്ടതിനേക്കാൾ വലിയ വിസ്മയങ്ങൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് എന്ന സൂചനകളാണ് ഈ ടീസറിൽ നിന്നും പ്രേക്ഷകർക്ക് ലഭിച്ചിട്ടുള്ളത്. ഹോംബാലെ ഫിലിംസ് തന്നെയാണ് ചിത്രത്തിന്റെ നിർമ്മാണം. 125 കോടിയാണ് ബജറ്റ്. വെറും 16 കോടിയിൽ ഒരുങ്ങിയ കാന്താര 407 കോടി ബോക്സ് ഓഫീസിൽ കളക്ട് ചെയ്തിരുന്നു. ഇപ്പോൾ 16 കോടിയിൽ നിന്ന് 125 കോടിയിലേക്ക് ബജറ്റ് വളർന്നിരിക്കുകയാണ്. അതിന്റെ മാറ്റവും ക്വാളിറ്റിയും ചാപ്റ്റർ 1 പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ പ്രതീക്ഷ നിറവേറ്റാൻ ഋഷഭ് ഷെട്ടി എന്ന അതുല്യ കലാകാരന് സാധിക്കും എന്ന് തന്നെയാണ് ആരാധകർ കരുതുന്നത്. ചാപ്റ്റർ 1 ഒരുക്കുന്നതിന്റെ ഭാഗമായി ഋഷഭ് ഷെട്ടി കമ്മിറ്റ് ചെയ്ത മറ്റു പ്രോജക്റ്റുകൾ മാറ്റിവെക്കുകയും ചിലത് ഉപേക്ഷിക്കുകയും ചെയ്തിരുന്നു. ഋഷഭ് ഷെട്ടി സംവിധാനം ചെയ്യുന്നതായി മുൻപ് അനൗൺസ് ചെയ്ത രുദ്രപ്രയാഗ്, ശിവരാജ് കുമാറിനെ നായകനാക്കി ഒരുക്കുന്ന പുതിയ ചിത്രം എന്നീ പ്രൊജക്ടുകൾ നീട്ടിവെച്ചു കഴിഞ്ഞു. മുൻപ് അനൗൺസ് ചെയ്ത ബാച്ചിലർ പാർട്ടി എന്ന ചിത്രത്തിൽ നിന്നും ഋഷഭ് ഷെട്ടി പിന്മാറിയതായും വാർത്തകൾ വന്നിരുന്നു. പ്രകൃതി തന്നെ ഈശ്വരനാകുന്ന അഭേദ്യ ബന്ധത്തിന്റെ കഥയാണ് കാന്താര പറഞ്ഞത്. നിഗൂഢമായ വനവും അവിടെയുള്ള ജനജീവിതവും അവരുടെ ദൈവിക സങ്കല്പങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും കലാരൂപങ്ങളും അതിജീവനവും ഒക്കെയായി വെള്ളിത്തിരയിൽ പുതിയ ദൃശ്യവിസ്മയം തീർക്കുകയായിരുന്നു കാന്താര. തന്റെ ബാല്യകാല അനുഭവങ്ങളും ഓർമ്മകളും ഭാവനയും ചേർത്താണ് ഋഷഭ് ഷെട്ടി കാന്താര ഒരുക്കിയത്. അതിനായി നാടോടി കഥകളും കൃത്യമായി ഇഴചേർത്തു. 1847 ഒരു തുളു നാട്ടുരാജ്യത്തെ രാജാവ് ഉറക്കം നഷ്ടപ്പെട്ട് അസ്വസ്ഥനായി ജീവിച്ചിരുന്ന കാലം. കാടിന് നടുവിലുണ്ടായിരുന്ന മണ്ണിൽ പൊതിഞ്ഞ വരാഹരൂപം പൂണ്ട കല്ലിലെ പഞ്ചുർലി എന്ന ദൈവത്തെ അദ്ദേഹം തന്റെ ദേശത്തേക്ക് കൊണ്ടുവരുന്നു. ദൈവത്തിനൊപ്പം കാടിറങ്ങിയവർ നാട്ടിൽ ജീവിതം തുടങ്ങുന്നു. കാലം കടന്നുപോയപ്പോൾ രാജാവ് ഇഷ്ടദാനം നൽകിയ ഭൂമി തിരിച്ചെടുക്കാനായി പുതുതലമുറയുടെ ശ്രമം. അതിനുള്ള പ്രതിബന്ധം പഞ്ചുർലി എന്ന ദൈവവും. ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ദൈവക്കോലമാടുന്ന പുതിയ തലമുറയിലെ ശിവയുടെ കഥയാണ് കാന്താര പറഞ്ഞത്. പിന്നീടുള്ള കാഴ്ചകളായിരുന്നു കാന്താര എന്ന പേര് പോലെ പ്രേക്ഷകരെയും കാടിനുള്ളിലേക്ക് കൊണ്ടുപോയത്. ശിവയായി ഋഷഭ് ഷെട്ടി വിസ്മയിപ്പിക്കുകയായിരുന്നു ചിത്രത്തിൽ. ക്ലൈമാക്സിലുള്ള രൗദ്രത്തിന്റെയും ശാന്തത്തിന്റെയും പരകോടിയിൽ ഋഷഭിന്റെ പരകായ പകർന്നാട്ടമായിരുന്നു ചിത്രത്തിന്റെ ആത്മാവ്. കാന്താരയുടെ പിന്നിൽ 1 വർഷത്തെ കഷ്ടപ്പാടുണ്ടായിരുന്നതായി ഋഷഭ് ഷെട്ടി മുമ്പ് പറഞ്ഞിരുന്നു. 2021 സെപ്റ്റംബറിൽ ചിത്രീകരണം ആരംഭിച്ച് 2022 സെപ്റ്റംബർ 30-നാണ് കാന്താര തിയേറ്ററുകളിലെത്തിയത്. 96 ദിവസത്തെ ഷൂട്ടിംഗ് ആയിരുന്നു നടന്നത്. പുതിയ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഷെഡ്യൂൾ എത്ര ദിവസമായിരിക്കുമെന്ന് വ്യക്തമല്ല. എന്തായാലും ചാപ്റ്റർ 1 എത്തുമ്പോൾ മറ്റൊരു തരംഗം തീർക്കുമോ എന്ന് കാത്തിരുന്ന് കാണാം. കാന്താര തീർത്ത വിസ്മയ കാഴ്ചകൾ അവസാനിക്കുന്നില്ല എന്നത് സാൻഡൽവുഡിന്റെ വളർച്ചയ്ക്ക് കൂടുതൽ ഗുണം ചെയ്തേക്കും.